നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ റീഡിങ് റെഗുലറായിട്ട് പറ്റാത്തത്. ബട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ഇന്നിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. ഗൈഡൻസ് കൂടി കണ്ടോളൂ, കാരണം അതിൽ കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഇന്നെന്താണെന്നറിയില്ല, അങ്ങനെയാണ് കാർഡ്സ് വന്നത്. സോ ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ആൻഡ് അതിന് യൂണിവേഴ്സ് പറയുന്ന എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ചെറിയ റീഡിങ് ഇടുന്നുള്ളൂ, കൂടുതൽ എനിക്ക് ഒരു ഇതില്ല, എനർജി ഇല്ല. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ അസെൻഡിങ്. വാവ്, നൈസ്. ഓക്കെ, സന്തോഷം. വാവ്. എൻഗേജ്മെൻറ്റ് റിംഗ്. ദ സ്നേക്ക്. എന്തോ പറയല്ലോ, നോട്ട് ടുഡേ. ലവ് കോൾ. ഡേറ്റ്. കോഫി കപ്പ്. വാവ്, സീരിയസ്ലി ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ഇതും കൂടെ ഇവിടെ നിന്ന് മാച്ച് ആവോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചതാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, മേ ബി ഒരു ബ്രേക്കപ്പ് കുറച്ച് പേർക്ക് വന്ന് കാണാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനോ ബ്രേക്കപ്പോ കുറച്ച് പേർക്ക് വന്ന് കാണും. കാരണം ഇവിടെ ചില സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതിപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, കാരണം ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഉണ്ട്. സ്നേക്ക് ഉണ്ട് ഇവിടെ. ഒരു തേർഡ് പാർട്ടി അതിപ്പോൾ ആരും ആവാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ഒരു എന്താ പറയുക, അങ്ങനത്തെ എന്ത് കാര്യം നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ട് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ സ്നേക്ക് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനിമി, നിങ്ങൾക്കൊരു എനിമി ഉണ്ട് നിങ്ങൾക്ക്. അതിപ്പോൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ട് കണ്ണ് വെക്കുന്നതായിരിക്കാം. ഓക്കെ, കണ്ണ് തട്ടിയതായിരിക്കാം. ഫാമിലി ആരെങ്കിലും ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാരെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ആക്ച്വലി മേ ബി പേഴ്സണൽ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ട്, അങ്ങനെ ആവാം. ഓക്കെ, സോ എന്ത് സിറ്റുവേഷനും ആവാം. ഇവിടെ എനർജി നിങ്ങളുടെ ഒരു എനിമി ഉണ്ട് എന്നാണ് കാണുന്നത്. ആ എനിമി കാരണമായിരിക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കാണാം. അതിൻ്റെ പേരിലായിരിക്കാം ഒരു ചെറിയ സെപ്പറേഷൻ്റെ ഒരു എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സൈലന്റ് ട്രീറ്റ്മെന്റ്, അബാൻഡൻമെന്റ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല, മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇടയിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്. മേ ബി നിങ്ങൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു കാണും, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിനൊന്നും തയ്യാറായിട്ടുണ്ടാവില്ല. ഓക്കെ, അവോയ്ഡിങ് കോൺവെർസേഷൻ, കോൾ എന്നൊക്കെയാണ് കാണുന്നത്. സോ നിങ്ങളുമായിട്ട് മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ഒന്ന് മാറി നിന്നായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ തേർഡ് പാർട്ടി എനർജിയാണ്, ഒരു എനിമി എന്നിടത്തോളം. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് വിളിക്കേണ്ട, നമുക്കൊരു എതിരി എന്ന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ എതിരായിട്ട് ആരും ഉണ്ടായിരുന്നു, അവർ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ അകന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ഓക്കെ, ബട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനി വരാൻ പോകുന്നതായിരിക്കാം വളരെ വേഗം. ഓക്കെ, നോട്ട് ലൈക്ക് ഒരുപാട് സമയം എന്നല്ല. സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ തമ്മിലൊരു ഡേറ്റിന് പോകാനുള്ള സാധ്യതയുണ്ട്. ലവ് കോൾ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, കോഫി കപ്പ് ഉണ്ട്. ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സംസാരം, മീറ്റിംഗ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീകണക്ഷൻ വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ലെവലപ്പ് ചെയ്യാൻ പോകുന്നു. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, എന്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ തടസ്സം ഉണ്ടെങ്കിലും ശരി, ഏത് സ്നേക്ക് ആയാലും ശരി, എന്ത് എലിയായാലും ശരി, ആരോ ആയിക്കോട്ടെ, ആരായാലും ശരി, അതിനൊക്കെ മേലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉയരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലൊരു ന്യൂ ഫേസ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് അങ്ങനെ ഒരു അകൽച്ച വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് പറയില്ലേ, ഒരു പേഴ്സൻ്റെ വാല്യൂ നമുക്കറിയാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഫോം ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ മേ ബി ഒരു സെപ്പറേഷൻ വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് റിംഗ് എന്ന് കാണുന്നുണ്ട്. ആക്ച്വലി ഞാനിത് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ചില സമയത്ത് ചില മെഡിറ്റേഷനിൽ അല്ലെങ്കിൽ ഡ്രീംസിൽ എനിക്ക് ചില വിഷൻസ് കിട്ടും, ചെറിയ ചെറിയ സീക്വൻസ് ആയിട്ട് കിട്ടാറുണ്ട്. ചില സമയത്ത് എനിക്ക് അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു കാര്യമാണോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ആർക്കെങ്കിലും കേൾക്കാനൊരു മേ ബി ഉണ്ടാവാം. ഞാൻ ആക്ച്വലി ഞാൻ സ്വപ്ന 2 ദിവസം മുമ്പ് ഞാൻ മെഡിറ്റേഷനിൽ ഞാൻ കണ്ടതാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല മെഡിറ്റേഷൻ, അതുകൊണ്ടാണ്. ബട്ട് ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ എനിക്ക് വന്ന ഒരു വിഷൻ ഇതായിരുന്നു. ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലേഡി
ഒരു ലേഡി, യെസ്, ഒരു ലേഡി എനർജി, ഒരു ലേഡി ഉണ്ടായിരുന്നു. വൈറ്റ് ഡ്രസ്സ് പോലെ, നമ്മുടെ വെഡിങ് ഗൗൺ പോലെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ചർച്ച് പോലെയാണ് എനിക്ക് തോന്നി. എനിക്ക് അത്രയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വിഷൻ എനിക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരു ചർച്ചിൻ്റെ മുമ്പിൽ, ചർച്ചിൻ്റെ അകത്തോ മറ്റേ നിൽക്കുന്ന പോലെയുണ്ട്. എവിടെയോ നിൽക്കുന്നുണ്ട്, ഒരു ഹാളിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. ആ ലേഡിയുടെ മുമ്പിൽ ഒരു വ്യക്തി, ഒരു പേഴ്സൺ, ഒരു മാൻ അവരുടെ മുമ്പിൽ ആദ്യം അവരടുത്തേക്ക് വരുന്നുണ്ട്. അവരോട് അടുത്ത് വന്ന് സംസാരിച്ച് അവരുടെ മുമ്പിൽ ഇങ്ങനെ ശരിക്കും മുട്ടുകുത്തി ഇരുന്ന് ആ ഒരു റിങ്ങിൻ്റെ ബോക്സ് ഇങ്ങനെ തുറന്നിങ്ങനെ റിങ് ഓഫർ ചെയ്യുന്ന പോലെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ആ സമയത്ത് ആ ലേഡി വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടൊരു എനർജി എനിക്ക് കിട്ടി. ആൻഡ് അവർ ആ റിങ് സ്വീകരിക്കാൻ തയ്യാറാവുന്ന പോലെയും. ആൻഡ് അവരുടെ കയ്യിൽ, പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടത് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കൈ നിറയെ അങ്ങനെ കുറേ പൂക്കൾ ഒരു ബൊക്കെ ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ട്, കുറേ പൂക്കൾ, ഒന്നായി ശരിക്കും ഒരു ബൊക്കെ മാത്രമല്ല, ഇങ്ങനെ നിറച്ചിങ്ങനെ കൈ നിറച്ചിങ്ങനെ പൂക്കൾ എന്ന രീതിക്കായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് ആരെങ്കിലും കേൾക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ വല്ലതും നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻഗേജ്മെൻറ്റും കൂടി കണ്ടപ്പോൾ ഇന്ന് നിങ്ങളോട് അത് പറയാൻ തോന്നി. സോ ആ ഒരു ആ ഒരു എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യാൻ അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നില്ല. പക്ഷെ ഇതിനെ നിങ്ങളൊരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾ എടുക്കൂ. ദാറ്റ് ഓക്കെ, എൻ്റെ പേഴ്സണിന് അറ്റ്ലീസ്റ്റ് അവർക്ക് എന്നോട് കമ്മിറ്റഡ് ആണ് എന്നുള്ളത്, എന്നോടാണ് അവർ ഫീലിങ്സ്, അല്ലെങ്കിൽ എന്നോടാണ് അവർ എല്ലാം, അങ്ങനെ ആ രീതിക്കെങ്കിലും നിങ്ങൾ കണക്കാക്കൂ. ഓക്കെ, സോ ആ രീതിക്ക് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പോസിറ്റീവ് ആ ഒരു ഫീലിംഗ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത് കണ്ടപ്പോൾ എനിക്കിന്ന് ആ കാര്യം ഓർത്തു. സോ അതുകൊണ്ട് പറഞ്ഞു. മേ ബി അത് നിങ്ങൾക്കുള്ളതായിരിക്കാം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഉള്ളതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സോ ഇതുപോലെ ഇങ്ങനെ ചെറിയ സയൻസ് എനിക്ക് ചില സമയത്ത് കിട്ടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി തൊട്ട് മേ ബി അത് നിങ്ങൾക്കുള്ളതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, സോ കളക്റ്റീവിൽ ഐ തിങ്ക് എങ്ങനെ പറയുകയാണെങ്കിലും മേ ബി കളക്റ്റീവിൽ ഐ തിങ്ക് ഈ കാണുന്ന ഇത്രയും ആൾക്കാരിൽ നിങ്ങൾ ഇത്രയും പേര് ഇത് വ്യൂ ചെയ്യുമ്പോൾ അതിൽ കുറേ പേർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല ഒരു സമയം, നല്ല ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതായിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അടുപ്പം വരുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മൂത്തായിട്ടൊരു ടൈം വരുന്ന, നിങ്ങൾ തമ്മിൽ അടുപ്പം വരുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ മേ ബി അതിൻ്റെ ഒരു എനർജി ആയിരിക്കാം എനിക്കിവിടെ കാണുന്നത്. ഇവിടെ ലവ് കോൾ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളോട് ആരോ വിളിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു നിങ്ങളുടെ ഫീലിംഗ്. ഞാൻ കണ്ടത് അങ്ങനെ തന്നെയാണ്, ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു. എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന രീതിക്ക് ഒരു പേഴ്സൺ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ലേഡീസിന് മുമ്പിൽ മുട്ടുകുത്തി നമ്മൾ ആ ഓഫർ കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇതിപ്പോൾ ജെൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തോളൂ, വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഓഫർ കൊടുക്കുന്നതായിരിക്കാം, അങ്ങനെയാവും. ഓക്കെ, എന്തായാലും ഇവിടെ ഡേറ്റിംഗ് ഉണ്ട്. പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കോഫി കപ്പും ഡേറ്റിംഗ് തന്നെയാണ്, രണ്ടും ഒരേതാണ്. സോ 2 ഡബിൾ കൺഫർമേഷൻ നമുക്കുണ്ട് ഇവിടെ. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് ഇതും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൽ തന്നെയല്ലേ? ഓക്കെ, നിങ്ങളോട് പറയുന്നു യെസ് ദാറ്റ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നു. സോ യെസ്, ഓക്കെ, വളരെ പോസിറ്റീവായിട്ടൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിലും ഓക്കെ, വെരി സൂൺ നിങ്ങൾ മുന്നോട്ട് നല്ലൊരു പീസ്ഫുൾ സമയം എത്തും എന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഫയർ ആണ്. രണ്ടും ഒരേപോലെ, ഫയറും ഫിനിക്സും. ഞാൻ എന്താ പറഞ്ഞു? കൈ നിറയെ പൂക്കള്, സന്തോഷം, ഹാപ്പിനെസ്, സ്നേഹം. ഓക്കെ, കാണിച്ചെടുത്തേക്കാം. കോഫിൻ, ഞാൻ ചേർച്ചിൽ നിന്ന് കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെ കോഫിൻ വന്നിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഈഗിൾ, ഡബിൾ കൺഫർമേഷൻ. ഓ മൈ ഗാഡ്, റൊമാൻറ്റിക് ഓർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിടും. ഇവിടെ നമ്മൾ റീഡിങ് റിലേഷൻഷിപ്പിൻ്റെയാണ്. ഓക്കെ, സോ യെസ്, നിങ്ങൾ പേഴ്സണുമായിട്ട് അഗെയിൻ റിങ്സ്, വെഡിങ് റിങ്സ്, എൻഗേജ്മെൻറ്റ് റിങ്. നമ്മളിപ്പോൾ എന്താ ഡബിൾ കൺഫർമേഷൻ, ഡബിൾ അല്ല ട്രിപ്പിൾ ആയി. എനിക്ക് അങ്ങനെ ഒരു സൈൻ കണ്ടിരുന്നു, ഇതെവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നുണ്ട്. സോ 3 കൺഫർമേഷൻ പോരെ, ഇനി എന്താ വേണ്ടത്? ഓക്കെ, സോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി, ഇവിടെ ഫിനിക്സ് പറയുന്നത് ബി പ്രിപ്പയർഡ് ഫോർ എ റിന്യൂഡ് ആഫ്റ്റർ പീരീഡ് ഓഫ് ക്രൈസിസ് എന്നാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ഞാൻ പറഞ്ഞു സെപ്പറേഷൻ, ബ്രേക്കപ്പ്, അങ്ങനെ എന്തുണ്ടായിരുന്നെങ്കിലും, ഈവൻ പോട്ടെ സെപ്പറേഷൻ ബ്രേക്കപ്പ് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു അകൽച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മാറിയിട്ടൊരു പീരീഡ് ഓഫ് റിന്യൂവൽ വരാൻ പോകുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ? ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ വീണ്ടും നിങ്ങളുടെ കണക്ഷൻ റീബിൽഡ് ആവുന്നു എന്നാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ഇമോഷണൽ അപ്പീവൽ ആൻഡ് എംബ്രേസ് ദ റിന്യൂവൽ ഓഫ് ദ പ്രസന്റ്. അഗെയിൻ റിന്യൂവലിൻ്റെ വാക്കുണ്ട് ഇവിടെ, എവിടെയും റിന്യൂവൽ ആണ് പറയുന്നത്. സോ യെസ്,
തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു റീസ്റ്റാർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ബെറ്റർമെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അഗെയിൻ ഇതും ആക്ച്വലി അസെൻഡിങ് എന്ന് പറയുമ്പോൾ ഉയരുക എന്നാണ്, ഫിനിക്സ് ഉയരുന്ന പോലെ അല്ലേ. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് വിട്ട് കളഞ്ഞേക്കൂ, മനസ്സിന്ന് ഫൊർഗീവ്നെസ് കൊണ്ടുവരൂ എന്ന് വിട്ട് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഇതിവിടെ you will soar towards your destiny with greater clarity and strength. ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വാവ് അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. പക്ഷികൾ തന്നെ രണ്ടെണ്ണം വന്ന് ഫിനിക്സും ഉണ്ട്, ഈഗിളും ഉണ്ട്. ഇവിടെ നമ്മുടെ അസെൻഡിങ് ഉണ്ടായിരുന്നു. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഉയരുക, പറക്കുക എന്ന രീതിക്കൊക്കെ നിങ്ങൾ എടുത്തുള്ളൂ. യെസ്, നിങ്ങളുടെ ഉയരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഉയർച്ച വരുന്നു. ഉയർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ എടുക്കാൻ പറ്റുക? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിവേഴ്സുമായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എടുത്താൽ മതി. എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ, സോറി. നാച്ചുറൽ എൻഡിങ്സ് അബൌട്ട് ടേക്ക് കെയർ വിത്ത് യുവർ ഹെൽത്ത്. ഓക്കെ നിങ്ങൾ തമ്മിൽ യെസ് ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞു, വൈറ്റ് കളറിൻ്റെ കാര്യം. സോ മേ ബി സംവെയർ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്ന് കാണാം. ഓക്കെ ആ എൻഡിങ്ങിന് ശേഷം ഒരു പുതിയ റിന്യൂവൽ നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോൾ അഗൈൻ ടോട്ടൽ സെപ്പറേഷൻ അങ്ങനെ ആവണമെന്നില്ല, ബട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ തമ്മിൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഫിനിക്സ് പക്ഷിയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ്, അത് മരിച്ചിട്ടാണ്, എന്താ പറയുക, അതിങ്ങനെ മരിച്ച് ആഷായിട്ട് കത്തി ചാരമായിട്ട് മാറി അതിൽ നിന്ന് അത് പുനർജനിക്കും എന്നാണ്. സോ ഒരു മരണമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്, ഒരു ഡെത്ത് എന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആ മരണത്തിന് ശേഷം ഒരു റിന്യൂവൽ നമുക്കുണ്ട് എന്നുകൂടിയാണ്. ആൻഡ് ഇവിടെ സോറി ലാസ്റ്റ് വൺ, ലവ് സറൗണ്ട്സ് ഓൾ യുവർ കണക്ഷൻസ്, മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക, യു ഡിസേർവ് ലവ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കൂ. ഓക്കെ അങ്ങനെ വേറെ ആരെന്ത് ചെയ്താലും ശരി, ആര് നിങ്ങളെ മാനിച്ചാലും ഇല്ലെങ്കിലും ശരി, ഓക്കെ എനിവേ നിങ്ങളുടെ ചുറ്റും സ്നേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ പേഴ്സണുമായിട്ട് തന്നെ ഇപ്പം നമുക്ക് എടുക്കാം, നമ്മൾ കൂടുതൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ പേഴ്സണുമായിട്ട് യെസ് ഇവിടെ സ്നേഹം എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ ബി ഹാപ്പി. ആൻഡ് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് പ്രപ്പോസൽ, ആക്ച്വൽ മാരേജ് പ്രപ്പോസൽ പ്രതീക്ഷിക്കാം. കുറച്ച് പേർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ഒരു നമുക്ക് എനർജി എടുക്കാം. ഓക്കെ സോറി. എന്തായാലും റീഡിങ് ഐ ഹോപ്പ് എല്ലാവരും ക്ലെയിം ചെയ്യാം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. സോ എനിക്കും അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തെടുത്ത് പറയുന്നു, ക്ലെയിം ദ റീഡിങ്. ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.